ഞാനിന്ന് ഒരു 10 days നാട്ടിലോട്ട് ഹോളിഡേക്ക് പോകണതാണ്. മാഞ്ചസ്റ്ററിൽ നിന്ന് നേരെ ഖത്തറിലോട്ട്, അവിടെ നിന്ന് കൊച്ചിയിലോട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നേരെ പരവരെ വെളുത്തു തുടങ്ങണേ ഉള്ളൂ. പിള്ളേരോടൊന്നും ഭയ പറയാൻ പറ്റില്ല. അവർ നല്ല ഉറക്കമായിരുന്നു. ദിവ്യോട് ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടി അവൾ 4 മണിക്ക് ടാക്സി ബുക്ക് ചെയ്ത് വെച്ചു. 4:30 ആയപ്പോൾ എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ 9:30 ഫ്ലൈറ്റ്. അപ്പോൾ 4.5 മണിക്കൂർ നമ്മൾ പോസ്റ്റാണ്. അപ്പോൾ ലഗേജ് എല്ലാം കയറ്റി വിട്ടു. ആദ്യം വെയിറ്റ് എല്ലാം ഓക്കെ ആയിരുന്നു. ഇനി നമുക്ക് പോയിട്ടൊരു ചായ കുടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി പേടി പോയിട്ട് അവിടെ തേരാപ്പാറ അടക്കാൻ നിർത്തതാണ്. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ നമുക്ക്. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഖത്തറിലോട്ട് ഒരു 6.5 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാൻ നിർത്തിയിരിക്കണേ. മാഞ്ചസ്റ്ററിൽ നിന്ന് ബ്രിട്ടീഷ് എയർവേസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ ഒന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷ് എയർവേസും ഖത്തർ എയർവേസും പാർട്ട്നേഴ്സാണ്. അവർ പാർട്ട്ണർഷിപ്പിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലൈറ്റ് മാറ്റുന്നു. അപ്പോൾ അവസാനം നമുക്ക് കിട്ടിയത് ഇതേ ഖത്തർ എയർവേസ് ആണ്. അപ്പോൾ ഖത്തർ എയർവേസിൽ നിന്ന് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ബോർഡിങ്ങിൽ ടൈമായി. ആറര മണിക്കൂറുണ്ട്. ഒരു 5 മണിക്കൂറും കിടന്നുറങ്ങണം. നമ്മൾ ഇവിടെയാണ്, മാഞ്ചസ്റ്ററിലാണ്. മാഞ്ചസ്റ്ററിൽ നേരെ ദോഹ എയർപോർട്ട് ഖത്തറിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം 9:30. ഇനിയിപ്പോൾ ടേക്ക് ഓഫിനും ടൈമായെന്ന് പൈലറ്റ് പറഞ്ഞു. ഇനി ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഒരു സേഫ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഉണ്ടാകുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം കൂടി ടേക്ക് ഓഫ് ചെയ്യാണ്. സോ ബൈ മാഞ്ചസ്റ്റർ, വിൽ സീ യു സൂൺ. അപ്പോൾ 10 days മാഞ്ചസ്റ്ററിനോട് വിടാം. നമ്മളിപ്പോൾ 25,000 ഫീറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമുക്ക് നാട്ടിലാണ് ഇതുപോലെ ഒരു പച്ചപ്പ് കാണാൻ പറ്റുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്റർ ആകുമ്പോൾ നല്ല വൈറ്റ് കളറും, പിന്നെ സമ്മർ ആകുമ്പോൾ ഇതുപോലെ നല്ല ഗ്രീനിഷ് കളറും, ഓട്ടം ആകുമ്പോൾ നല്ല മഞ്ഞ കളറും ആയിരിക്കും. അപ്പോൾ ഓരോ ക്ലൈമറ്റിനനുസരിച്ച്, ഓരോ സീസൺ അനുസരിച്ച് ഈ കളർ ഇങ്ങനെ മാറി മാറി വരും. നല്ല രസമല്ലേ കാണാൻ വേണ്ടി. മുകളിൽ നിന്ന് കാണാൻ എന്ത് രസമാണെന്ന് നോക്കി. നമ്മൾ നാട്ടിലെത്തിയ ഒരു ഫീലാണ്. ഇപ്പോൾ അതേ മാഞ്ചസ്റ്റർ കഴിഞ്ഞോളൂ. ഇനി മിക്കവാറും ഇത് മാഞ്ചസ്റ്ററിനും ബർമിംഗ്ഹാമിനും നടുക്കുള്ള ഏതെങ്കിലും സ്ഥലമായിരിക്കും. കുറേ പോൺസും പിന്നെ അതുപോലെ തന്നെ പാടി ഫീൽഡും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ് കാണാൻ. ഐശ്വര്യത്തിൻ്റെ സൈരം മൃഗങ്ങളുണ്ട്. പിന്നെ അത് കണ്ടോ, ഒരു മഞ്ഞ ഇത് കണ്ടോ, അത് മറ്റേ ഇതാണ് റൈപ്പ് സീഡ്സ് എന്ന് പറയുന്നതാണ്. കടുക് പോലത്തെ ഒരു ചെടിയാണത്. അതിൻ്റെ കുറേ പാടങ്ങളുണ്ട്. അത് മഞ്ഞായിരിക്കും, നല്ല രസമായിരിക്കും. ഇത് കണ്ടോ, മഞ്ഞ നിറത്തിൽ കാണുന്ന കണ്ടോ, അതാണ് റൈപ്പ് സീഡ്സ്. ഇപ്പോൾ കുറച്ചുകൂടി മേളിലോട്ട് നമ്മളെത്തി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ആ ഒരു പടം കാണുക, പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ കുറച്ച് നേരം കിടന്നുറങ്ങുക. മൂവീസൊക്കെ സെലക്ഷനൊന്നും ഇല്ല, വലിയ കാര്യമായിട്ടുള്ള സെലക്ഷനൊന്നുമില്ല. പഴയ പടങ്ങളാണ്. കില്ലം മോൾ 2 എന്ന് പറയുന്ന മറ്റേ വാൻഡാമണ്ണൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പടം കണ്ടിരിക്കണേ. അത് കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. പണ്ടായിട്ടുള്ള സ്വഭാവമാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേ ഒന്നെങ്കിൽ ബാലരമ വയ്ക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ അതെങ്കിലും പടം കാണണം. ആ സ്വഭാവം ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ മാറ്റാൻ നോക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചീസ് സ്ക്രാമ്പിൾഡ് എഗ്ഗും പിന്നെ കുറച്ച് പുളിഞ്ഞെന്ന് പറഞ്ഞ കുറച്ച് വെജിറ്റബിൾസ്, സാലഡ്, ക്രോസൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അത് വന്നതും പോയതും അറിഞ്ഞില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞു. രാവിലെ പറഞ്ഞാൽ ഉറക്കം ഉണ്ടല്ലോ, അതിങ്ങനെ കണ്ണിലിങ്ങനെ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇനി പതുക്കെ കുറച്ച് നേരം കിടക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഫ്ലൈറ്റ് നോക്കുമ്പോൾ ദേവരുണ്ടോ ഇനിയും കിടക്കുന്നു 5 മണിക്കൂർ. പാതി വഴി പോലും ആയിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം കിടന്നുറങ്ങുക. അത് കഴിയുമ്പോഴേക്കും ഖത്തറിലെത്തുമായിരിക്കും. ഇവിടെ കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടപ്പോൾ ഇതുണ്ട്, ഒരു ജെറ്റ് പോകുന്നുണ്ടോ. നമുക്ക് ഭയങ്കര ലോങ്ങിലാണ്, നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ഒരു ജെറ്റിൻ്റെ കൂടി പോകുന്നുണ്ട്.
അങ്ങനെ മനോഹരമായ ഖത്തറിൻ്റെ മടിയിൽ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഇനി ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് കണക്ഷൻ ഫ്ലൈറ്റിന്. അപ്പോൾ നേരെ പോയിട്ട് ദിവ്യനും പിള്ളേരെയും വീട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഫ്രഷായ ഒരു ചായ അങ്ങോട്ട് കുടിച്ച് അടുത്ത ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ബോർഡിങ് ഓപ്പണായി. വലിയ താമസമില്ലായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീറ്റിൽ വന്നപ്പോഴേക്കും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സീറ്റാണ്. നമ്മളവിടെ മാഞ്ചസ്റ്ററിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ദോഹ എന്നുള്ള ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ഫ്ലൈറ്റുമാണ്. അതുപോലെ തന്നെ ഭയങ്കര കൺജസ്റ്റാണ്. എന്താണെങ്കിലും ഒരു അളിഞ്ഞ് സെറ്റപ്പായി പോയായിരുന്നു. ഇപ്പോൾ ഇവിടെ സമയം 8 മണിയായി. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലത്തെ 3:30 ആകുമ്പോഴായിരിക്കും നമ്മളവിടെ ചെല്ലാൻ പോകുന്നത്. അപ്പോൾ അപ്പച്ചനും പിന്നെ അനിയനും അനിയൻ്റെ മോനുണ്ട് അട്രി, അവനൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി വന്ന് നമ്മളെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്താണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് രാത്രിത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ വലിയ ക്ലിയർ അല്ല, ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റിയല്ല. ഇനിയിപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ അതുപോലെ തന്നെയാണ്, ഡാർക്കാണല്ലോ. അവിടെ ചെല്ലുമ്പോൾ മൊത്തം ഡാർക്കായിരിക്കും. ആ ഒരു ഡേ ടൈമിൽ നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, ആ കാഴ്ച ആദ്യമായിട്ട് നമ്മൾ നാട് കാണുന്ന ആ ഒരു സുഖം നമുക്ക് കാണാൻ പറ്റില്ല നൈറ്റ് ആകുമ്പോൾ. എനിവേ, അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഡേ ടൈമിൽ വരാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഡിന്നർ വന്നു. അഹമ്മദാബാദ് ബിരിയാണി എന്നാണ് പറഞ്ഞ്. 2 മണിക്കൂറേ ഉള്ളൂ നാട്ടിലെത്താൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. ഇനി ഒരു 20 മിനിറ്റ്സ് കൂടെ ഉള്ളൂ നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി. ഇത് കണ്ടോ, നാട് നമുക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ഡേയിലാണെങ്കിൽ കുറച്ചുകൂടി രസമുണ്ടായിരുന്നു. ഫൈനലി ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും കൊച്ചിയുടെ മണ്ണിൽ സേഫായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. ഇപ്പോൾ സമയം 3:30 ആയി. ഫ്ലൈറ്റ് ലാൻഡ് ആയപ്പോൾ തന്നെ പെട്ടെന്ന് ഇറങ്ങിയോണ്ട് ഇമിഗ്രേഷൻ എല്ലാം ക്ലിയർ ആക്കാൻ പറ്റിയായിരുന്നു. അതുപോലെ തന്നെ ആ സമയമായപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ക്ലിയർ ആക്കി ഓടി ലഗേജ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ കുറച്ച് ഡിലേ വന്നു. അത് കഴിഞ്ഞിട്ട് ലഗേജും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടെ അപ്പച്ചനും അനിയനും പിന്നെ അനിയൻ്റെ മോനും എല്ലാവരും കൂടി നമ്മൾ റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കെട്ടിപ്പിടുത്തവും പൊട്ടിക്കരത്തിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു തട്ടുകടയിലോട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തട്ട് ദോശ അടിച്ചു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.